ഹലോ എവരിവൺ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിവിഷനാണ് പഠിക്കാൻ പോകുന്നത്. ഫ്രാക്ഷൻ്റെ ഡിവിഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്രാക്ഷൻ്റെ ഡിവിഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്, റെസിപ്രോക്കൽ ഓഫ് എ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എൻ്റെ തല തിരിച്ചിട്ടാണ്. നമ്മുടെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ റെസിപ്രോക്കലിൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കും. ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ റെസിപ്രോക്കലിൻ്റെ ന്യൂമറേറ്റർ ആയിട്ട് വരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാണ്, 2/3. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ റെസിപ്രോക്കലിൻ്റെ എന്തായിരിക്കും? ന്യൂമറേറ്റർ. അതേപോലെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് റെസിപ്രോക്കലിൻ്റെ ഡിനോമിനേറ്റർ. അപ്പോൾ 3/2 ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ. ഇനി അടുത്ത പോയിന്റ്, ഫ്രാക്ഷൻ ഇൻറ്റു ഇറ്റ്സ് റെസിപ്രോക്കൽ ഈക്വൽ ടു 1. അപ്പോൾ ഫ്രാക്ഷൻ്റെ എൻ്റെ റെസിപ്രോക്കലിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്നതാണ് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ 2/3 നമ്മുടെ ഫ്രാക്ഷൻ, അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 3/2. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്, അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ന്യൂമറേറ്ററിൽ ഒരു 3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്തായി വരും അവരുടെ പ്രോഡക്റ്റിൻ്റെ? 1. ഇനി അടുത്തത്, റെസിപ്രോക്കൽ ഈസ് ഓൾസോ കോൾഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ റെസിപ്രോക്കലിൻ്റെ വേറെ ഒരു പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അല്ലെങ്കിൽ റെസിപ്രോക്കൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നും കൂടി പറയാം. ഡിവിഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഹോൾ നമ്പറാണ്, ഡിവൈസർ എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്. അപ്പോൾ എപ്പോഴും ഡിവൈസറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഫ്രാക്ഷൻ്റെ ഒരു ഡിവിഷൻ പാറ്റേൺ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ എക്സാമ്പിൾ നോക്കാം. 3/1/2. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ നമ്പർ എഴുതാം. ഇനി സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1/2. ഇയാളുടെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2/1. അപ്പോൾ 2/1 നമുക്ക് എങ്ങനെ എഴുതാം? 2 എന്ന് എഴുതാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2 6. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത്, ഡിവിഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ എ ഹോൾ നമ്പർ. ഇവിടെ നമുക്ക് ഫ്രാക്ഷനെ ഹോൾ നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമ്പർ അതുപോലെ നിർത്തുക, രണ്ടാമത്തെ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം വന്നത് ഫ്രാക്ഷനാണ്, രണ്ടാമത് വരുന്നത് ഹോൾ നമ്പറാണ്. അപ്പോൾ ഫ്രാക്ഷനെ അങ്ങനെ തന്നെ നിർത്തുക, ഹോൾ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. 1/3 / 2. 1/3നെ അങ്ങനെ തന്നെ നിർത്തുക, ഇൻറ്റു 2. അടുത്ത നമ്പർ 2 ആണ്, ഹോൾ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2നെ എങ്ങനെ എഴുതാം? 2/1 എന്ന് എഴുതാം. ഇനി 2/1 എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1/2. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ 2/1ൻ്റെ 1 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്, അത് റെസിപ്രോക്കലിൻ്റെ ന്യൂമറേറ്റർ ആവും. ഇനി 2 എന്ന് പറയുന്നത് എന്താവും? റെസിപ്രോക്കലിൻ്റെ ഡിനോമിനേറ്റർ ആവും. അപ്പോൾ 2/1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/2. ഇനി ആ 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ 1 × 1 1, 3 × 2 6. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത്, ഡിവിഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ എ ഫ്രാക്ഷൻ. ഇവിടെ നമുക്ക് രണ്ടും ഫ്രാക്ഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലം നോക്കാം. 1/3 / 3/5. അപ്പോൾ 1/3നെ അങ്ങനെ തന്നെ നിർത്താം, ഇൻറ്റു സെക്കൻഡ് നമ്പർ ഏതാണ്? സെക്കൻഡ് ഫ്രാക്ഷൻ ഏതാണ്? 3/5. അപ്പോൾ 3/5ൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 5/3. 5/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. 1 × 5 എന്താ? 5. 3 × 3 9. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ഒരു എക്സസൈസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം, 12 / 3/4. ഇപ്പോൾ ഫ്രാക്ഷൻ വരുമ്പോൾ ഉള്ള ഡിവിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഡിവൈസർ, രണ്ടാമത് വരുന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാം. 12 ഇൻറ്റു, ഇനി 3/4ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/3. അപ്പോൾ 4/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 12 × 4/3. ഇനി ഈ 12ൽ 3 എത്ര ടൈംസ് പോവും? 4 ടൈംസ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് 4 എഴുതാം. ഇനി 4 × 4 എന്ന് പറഞ്ഞാൽ 16. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത പ്രോബ്ലം, 13 and 1/2 / 9. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 13 and 1/2നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതാം. അപ്പോൾ 2 × 13 26 + 1 27/2. ഇനി നമ്മുടെ ഡിവിഷൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സെക്കൻഡ് ആയിട്ട് വരുന്ന നമ്പർ, ഡിവൈസർ ആയിട്ട് വരുന്ന നമ്പറിൻ്റെ
റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9ൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1/9. അപ്പോൾ 1/9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 27ൽ എത്ര ടൈംസ് പോവും? 3 ടൈംസ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 3/2. അടുത്ത പ്രോബ്ലം 49 and 1/2 ഡിവൈഡഡ് ബൈ 7 and 1/3. അപ്പോൾ ഇവിടെ രണ്ടും ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവരെ ഇംപ്രോപ്പർ ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 49 and 1/2 കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 × 49 98 plus 1 99/2 ഡിവൈഡഡ് ബൈ 7 and 1/3 ചെയ്യുമ്പോൾ 3 × 7 21 plus 1 22/3. ഇനി എന്താണ് ചെയ്യേണ്ടത്? സെക്കൻഡ് നമ്പർ, ഈ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 22/3യുടെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 3/22. ഇനി 99/2 ഇൻറ്റു 3/22. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. ഇനി ഈ 99ലും 22ലും കോമൺ ഫാക്ടറായിട്ട് 11 വരും. അപ്പോൾ നമുക്ക് 11 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അതിന് ഇങ്ങനെ എഴുതാം: 9 × 11 × 3/2 × 22ന് നമുക്ക് 2 × 11 എഴുതാം. ഇതിൽ രണ്ടിലും 11 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ നമുക്ക് എന്ത് കിട്ടും? 9 × 3 27/2 × 2 4. അപ്പോൾ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്കതിനെ മിക്സഡ് ആക്കി എഴുതണം. അപ്പോൾ 27നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6, പിന്നെ റിമൈൻഡർ 3 കിട്ടും. 3/4. 6 and 3/4 ആണ് ഇതിൻ്റെ ആൻസർ.